നമസ്കാരം. രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ്. മുൻപൊന്നും ഇല്ലാത്ത വിധം ദേശീയ മാധ്യമങ്ങളടക്കം രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രസംഗത്തെ ആഘോഷിച്ചു. വാക്കുകൾ കൊണ്ട് സകലരെയും കയ്യിലെടുക്കാറുള്ള നരേന്ദ്രമോദിയുടെ മിണ്ടാട്ടം മുട്ടിച്ചാണ് ഇന്ന് രാഹുൽ ലോക്സഭയിൽ കത്തിക്കയറിയത്. രാഹുലിന്റെ ഈ മാറ്റത്തെ പ്രതിപക്ഷത്തെ അംഗങ്ങൾ പോലും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. കഴിഞ്ഞ 10 വർഷം ലോക്സഭയിൽ പ്രതിപക്ഷത്തിനില്ലാത്ത ഊർജമാണ് തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. രാഹുൽ പ്രസംഗിക്കുന്നതിനിടയിൽ 2 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെടാൻ ശ്രമിച്ചത്. മുൻപെങ്ങും ലോക്സഭയിൽ കാണാത്ത രംഗങ്ങളാണ് ഇന്ന് കണ്ടത്. മനഃപൂർവ്വം മോദിയെ പ്രകോപിപ്പിക്കാൻ രാഹുൽ ഒരുങ്ങിയാണ് ഇന്ന് സഭയിലെത്തിയത്. രാഹുലിന്റെ ഈ നീക്കത്തിൽ പതറിപ്പോയ അമിത്ഷായും മോദിയും പലപ്പോഴും രാഹുലിന് മറുപടി കൊടുക്കാൻ വെപ്രാളപ്പെട്ട് എഴുന്നേറ്റു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ഹിന്ദു പരാമർശത്തിന്റെ പേരിൽ മോദിയും രാഹുലും നേരിട്ട് ഏറ്റുമുട്ടുകയാണ് ഉണ്ടായത്. ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പറയുന്നു. നിങ്ങൾ ഹിന്ദുവല്ല, ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം നടക്കുന്നു എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ സഭയിലെ പരാമർശത്തിന്മേലാണ് ഭരണപക്ഷം ബഹളം വെച്ചത്. ഇതോടെ രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെട്ട നരേന്ദ്രമോദി ഹിന്ദുക്കളെ അക്രമികൾ എന്ന് വിളിച്ചത് ഗൗരവതരമാണ് എന്നാണ് തിരിച്ചടിച്ചത്. ഞാൻ ഹിന്ദുക്കളെയല്ല, നരേന്ദ്രമോദിയെയും BJP-യെയുമാണ് വിമർശിച്ചത് എന്നും ഹിന്ദുവെന്നാൽ BJP അല്ല എന്നും രാഹുലും മറുപടി നൽകി. BJP-ക്ക് ഇന്ന് ലോക്സഭയിൽ ലഭിച്ച ഏക പിടിവള്ളി ഇത് മാത്രമായിരുന്നു. പ്രസംഗത്തിനിടയിൽ ശിവന്റെ ചിത്രം രാഹുൽ ഉയർത്തിക്കാട്ടി. ഇതോടെ സ്പീക്കർ ഇടപെട്ടു. ചിത്രം കാണിക്കാനാകില്ലേ എന്നാണ് രാഹുൽ ചോദിച്ചത്. നേരിടുന്ന ഒന്നിനെയും ഭയക്കരുത് എന്നാണ് ശിവന്റെ ചിത്രം നൽകുന്ന സന്ദേശം. പ്രതിപക്ഷത്തിരിക്കുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ട്. അധികാരത്തേക്കാൾ ശക്തിയുണ്ട് ഇതിന്. ശിവനൊപ്പമുള്ള ത്രിശൂലം സമാധാനത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് ശിവന്റെ പിറകിലാണ് ത്രിശൂലമുള്ളത്. അഹിംസയുടെ പ്രതീകം കൂടിയാണ് ശിവന്റെ ചിത്രത്തിലുള്ളത്. ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്നും രാഹുൽ സഭയിൽ കത്തിക്കയറി പറഞ്ഞു. ഇത് BJP-ക്കുള്ള കനത്ത അടിയായിരുന്നു. ദൈവവുമായി നേരിട്ട് ബന്ധമുള്ള പ്രധാനമന്ത്രി എന്ന് വിളിച്ച് മോദിയെ പരിഹസിക്കാനും രാഹുൽ മറന്നില്ല. ഗാന്ധിജിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഒരു സിനിമയെന്ന് മോദി പറഞ്ഞു. ഇതിനേക്കാൾ അജ്ഞതയുണ്ടോ? ഈ രാജ്യം അഹിംസയുടേതാണ്, ഭയത്തിൻ്റെതല്ല. ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ സദാസമയവും വെറുപ്പ് പറയുന്നു. നിങ്ങൾ ഹിന്ദുവല്ല എന്നും സത്യത്തിനൊപ്പമുള്ളവരാണ് ഹിന്ദു എന്നും മോദിയോടും BJP-യോടും രാഹുൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് മോദി പ്രസംഗിച്ചതിനെല്ലാം എണ്ണി മറുപടി പറയുന്ന രാഹുലിനെയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഈ രാജ്യത്ത് നിങ്ങൾ ഭയം നിറച്ചു എന്ന് പറഞ്ഞ രാഹുൽ അയോധ്യയിൽ ക്ഷേത്ര ഉദ്ഘാടനം നടക്കുമ്പോൾ അംബാനിയും അദാനിയും ഉണ്ടായിരുന്നു, എന്നാൽ അയോധ്യാവാസികൾ ഉണ്ടായിരുന്നില്ല എന്ന് തുറന്നടിച്ചു. ഉദ്ഘാടന ദിവസം അവിടുത്തെ സാധാരണക്കാരെയും കൃഷിക്കാരെയും അടുത്തേക്ക് പോലും പോകാൻ അനുവദിച്ചില്ല. മോദി അയോധ്യയിൽ മത്സരിക്കണോ എന്ന് 2 തവണ പരിശോധിച്ചു. സർവേ നടത്തിയവർ വേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് മോദി വാരണാസിയിൽ മത്സരിച്ച് രക്ഷപ്പെട്ടത്. രാവിലെ തന്നെ കണ്ടപ്പോൾ രാജ്നാഥ് സിംഗ് ഇന്ന് ചിരിച്ചു. മോദി പക്ഷെ ചിരിച്ചില്ല എന്നും പരിഹാസത്തോടെ രാഹുൽ സഭയിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.